എൻ്റെ ലൈഫിലെ ഏറ്റവും ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഉണ്ടായത്. ഞാൻ മാത്രമല്ല ഇവനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടെ ചിക്കൻ വാങ്ങാൻ പോയി. ഞങ്ങൾ രാത്രി ഒരു എത്ര മണി ആയിക്കോടാ, 1-1:30 ആ ഒരു സമയം. അപ്പോൾ ഞങ്ങൾ ഇവിടെ കോഴിക്കോട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി, മാപ്പിൽ ഒരു കട ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ആ കടയിലേക്കാണ് ഞങ്ങൾ രണ്ടാളും കൂടി ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായത്, നമ്മൾ ചിക്കൻ വാങ്ങാന്നുള്ള മൂഡിലാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഇപ്പം ഞങ്ങൾക്ക് ചിക്കൻ തിന്നാൻ കഴിച്ചിട്ടില്ല. എനിക്ക് പേഴ്സണലി കഴിയുന്നില്ല, എനിക്ക് കഴിച്ചിട്ടുണ്ട്. ചിക്കൻ കാണുമ്പോൾ അറപ്പാവുക. കാരണം അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടത്, ഞാനും ഇവനുണ്ട്, ചിക്കനൊക്കെ വെട്ടിയിട്ടേക്കാം. പക്ഷെ അതിൽ വേറെ എന്തൊക്കെയോ അതിങ്ങനെ കണ്ടാൽ നമുക്ക് ഒരുമാതിരി ആവാം. പിന്നെ ആ ഏരിയയിലാണെങ്കിൽ കുറേ എലികൾ. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, അതിലൊരു എലി കടിച്ചാൽ, അതിലൊരു എലി ആ കോയിനെ കടിച്ച്, അല്ലെങ്കിൽ ആ എലിൻ്റെ ഒരു സാധനം ആ ചിക്കനിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് കഴിക്കണ ആൾക്കാർക്ക് ഉണ്ടാവുക? ഈ ചിക്കനൊക്കെ പാടെ എങ്ങോട്ടാണ് പോണേ? ഇതിപ്പോൾ ഈ കോഴിക്കോടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കടന്ന് കളിച്ചത്. ഇതപ്പോൾ ഏത് കടയിലാവും? നമ്മളൊക്കെ പുറത്തുനിന്ന് കഴിക്കണ മനുഷ്യന്മാർ, നിങ്ങളും അങ്ങനെയാവും. അപ്പം നമ്മളൊക്കെ കഴിക്കണ ചിക്കനൊക്കെ എന്താ അത്ര ഗ്യാരണ്ടി ഉള്ളത്? അതിലൊക്കെ ഭയങ്കര, സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഉണ്ട് അങ്ങനത്തെ ഒരു കാഴ്ച വേണ്ടിയിൽ. അപ്പം ഇത് നിങ്ങളെടുത്ത് പങ്കുവെക്കാൻ പറ്റിയല്ലോ, ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചെയ്യാൻ പറ്റുന്ന ആരാന്ന് വെച്ചാൽ ഇതിനൊരു നടപടി എടുക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. നമ്മളൊക്കെ കോഴിക്കോട്ടിൽ ഒരുപാട് പേരുണ്ട് ഫുഡ് വ്ളോഗ് ചെയ്യുന്ന, ഒരുപാട് പേരറിയാം, പേഴ്സണലി അറിയാം. പക്ഷേ ഇതൊന്നും ആരും കാണില്ല. നമ്മളൊക്കെ പൈസ കൊടുത്ത് വാങ്ങി തിന്നുന്ന സാധനം ഞമ്മക്ക് ദോഷം ചെയ്യാറ് കഴിഞ്ഞാൽ അല്ലെങ്കിലേ ഫുഡാളൊക്കെ പ്രശ്നം. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം അമ്മമാരുത്തി. അപ്പം എന്താണെന്ന് വെച്ചാൽ നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.